വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിക്കു കുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കു ഉണ്ട്, ലിച്ചു ഉണ്ട്, ഞാനും ഉണ്ട്, ചേട്ടായുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാവേ എവിടെയാണെന്ന്. അപ്പോൾ ആദ്യം ഞങ്ങൾ പമ്പിലേക്ക് കയറുക കേട്ടോ, ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി പമ്പിൽ കയറി നമ്മൾ ഡീസൽ അടിക്കുന്നു, പോകുന്നു. പമ്പിൽ നിന്ന് നമ്മൾ ഡീസൽ അടിച്ചു. നമ്മൾ ലിച്ചുവിന് ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ആദ്യം ഒരു കടയിൽ കയറി കിട്ടും. അപ്പം ലിച്ചുവിന് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ ലിച്ചുവിനൊരു ചെരുപ്പ് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെരുപ്പെന്ന് പറഞ്ഞ് പോയിട്ട് ലാസ്റ്റ് ഷൂ ആട്ടോ വാങ്ങിയത്. ഒരു ഷൂ വാങ്ങി, ചെരുപ്പ് നോക്കി ലാസ്റ്റ് അത് ഒരു ഷൂവായി മാറി. ചെരുപ്പ് വാങ്ങാൻ വേണ്ടി പോയിട്ട് ഷൂ വാങ്ങിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരു ഷൂ കണ്ടപ്പോൾ ലിച്ചുവിന് അത് തന്നെ വേണമെന്ന്. അപ്പോൾ ഏതായാലും ഇത് ഷൂ വാങ്ങി. കുറേ നേരം സെലക്ട് ചെയ്തു. ഷൂ ഒക്കെ ചെയ്തിട്ടോ. അപ്പം പിന്നെ ഉണ്ട് ആ ചെരുപ്പൊക്കെ നോക്കി. പക്ഷേ ഒന്നും പറ്റാ. അപ്പോൾ ലിച്ചുവിന് ചെരുപ്പൊക്കെ ഷൂ ഒക്കെ വാങ്ങി വന്നപ്പം ഒരാൾ പിണങ്ങിയിരിക്കുകയാണ്. അവൾക്ക് ഷൂ വാങ്ങിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ മുഖം തിരിഞ്ഞിരിക്കുക. പിന്നെ അങ്ങനെ പിണങ്ങിയിരിക്കുക. വീഡിയോ എടുത്തപ്പോൾ മുഖം തിരിച്ചാക്കി ഇരിക്കുക. ലിച്ചുവിനോട് വികൃതി കാണിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മൾ പോയ സ്ഥലം. അപ്പം നമ്മൾ സ്ഥലം എത്തിയിട്ടോ. അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ചിക്കുവിനൊരു ഉടുപ്പ് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളവിടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. പാർക്കിംഗ് ഏരിയയിൽ പോയി നമ്മൾ അവിടെ നിന്ന് ലിഫ്റ്റ് കയറി മേളിലെത്തിയ കുട്ടികളുടെ സെക്ഷനാണ് ഇപ്പോൾ നമ്മളുള്ളത്. ക്യാമറമാൻ ഭയങ്കര ധൃതിയിലാന്ന് തോന്നുന്നുണ്ട്. ഇതിലെല്ലാം കാണിക്കില്ല കറക്റ്റായിട്ട്. ഇവിടെ ആയി കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ സൗകര്യമുണ്ട്. ഹാങ്കർ പീസ് ആയതുകൊണ്ട് സെലക്ട് ചെയ്തെടുക്കാം. ഏത് ഇഷ്ടമുള്ളത് എടുക്കാം. വിലയൊക്കെ നോക്കി നമുക്ക് തന്നെ എടുക്കാം. അങ്ങനെ സൗകര്യമുണ്ട്. അപ്പം ചിക്കുവിന് ഡ്രസ്സ് എടുക്കുമ്പോൾ ഇവിടെ തന്നെ വരണമെന്നാണ് ചിക്കു ബന്ധം പിടിക്കുന്നത്. അപ്പോൾ ചിക്കുവിന് ഇഷ്ടപ്പെട്ട എടുക്കുകയും ചെയ്യാം. മറ്റാകുമ്പോൾ സെയിൽസ്മാൻമാരെടുത്ത് തരണ്ടേ. അവർക്കൊന്നും അത് വേണ്ട. വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്കിങ്ങനെ തന്നെ എടുക്കാം. അപ്പം നമുക്ക് തന്നെ നോക്കിയെടുക്കാം. വിലയും നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ഇനി അതൊന്ന് നമുക്ക് പാകമാണോ, കറക്റ്റ് വലുപ്പമാണോ എന്ന് നോക്കണം. അതിനുവേണ്ടി ഞാനൊരു ഉടുപ്പെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വിലയും കുഴപ്പമില്ലാത്തൊരു വിലയാണ്. പിന്നെ നമ്മളിങ്ങനെ നോക്കി ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളത് 3 നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ 3 സെലക്ട് ചെയ്തു. അതിന് ഒന്നെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളുണ്ട്. ഏത് പ്രായത്തിലുള്ളവർക്കുള്ള ഡ്രസ്സുകളുള്ളതുകൊണ്ട് എളുപ്പം തിരഞ്ഞെടുക്കാനും. അപ്പോൾ അങ്ങനെ നമ്മൾ
ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സെലക്ഷൻ ചെയ്ത് 3 സെലക്ഷൻ ചെയ്തതിൽ ഒന്നാണ് ഇത്. അത് ചിക്കനും ഇഷ്ടപ്പെട്ടില്ല, അതിനെ തിരിഞ്ഞ് നിൽക്കുക, ഇങ്ങോട്ട് തിരിയാതിരിക്കുക, ഇഷ്ടപ്പെടാത്ത പോലുള്ള നോക്കാം. അപ്പോൾ നമ്മൾ വേറെണ്ണം കൂടി ഇട്ടോ. ഒരെണ്ണം കൂടി 3 ഒരെണ്ണം കൂടി ഇത് പറഞ്ഞ ഇത് ഇട്ട് നോക്കി, ഇത് കുറേ ഇഷ്ടമായത്. അപ്പോൾ അതിട്ടിട്ട് 1-2 ഇഷ്ടമായതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. വേറെ ഒരെണ്ണം അതും ഇഷ്ടമായി. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ രണ്ടാമതിട്ട ഉടുപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അവനെ ചിക്ക ബൊമ്മയുടെ അടുത്ത് പോയിട്ട് പോസ് ചെയ്യണേ. പെട്ടെന്ന് പിന്നെ ഞാനൊരു ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ടീഷർട്ട് നോക്കി ഒരെണ്ണം, പിന്നെ വേറെണ്ണം കൂടി ഇട്ട് നോക്കി. പിന്നെ ബില്ലിങ് വന്നപ്പോൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, ലേശം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലേശം നേരം വന്നിരുന്നു. ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി പോന്നു. പിന്നെ തുടർന്ന് യാത്ര ചെയ്യും തുടങ്ങി. പിന്നെ തിരിച്ചു പോരാനുള്ള പോരുകയാണ്. അവൻ നമ്മൾ പോയിട്ട് കുറേ നേരം ആയിട്ടോ. പിന്നെ എല്ലാവർക്കും വിശപ്പും ദാഹമൊക്കെ തുടങ്ങി. നമ്മൾ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തു. അത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ എത്ര സമയം പോകുന്നതെന്ന് അറിയില്ല. അപ്പം നമ്മൾ ഒരു 1-2 മണിക്കൂർ ഏകദേശം എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ചിക്കൊക്കെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്ഥലമല്ലേ, പാടം, നല്ലൊരു വൈബുണ്ട് അങ്ങോട്ട് കാണുമ്പോൾ. അങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് യാത്ര പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ നമ്മുടെ കുറേ പോകുന്ന കഴിഞ്ഞപ്പോൾ കടയിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പോരാ. വൈകുന്നേരത്തേക്കുള്ള ഫുഡും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. 7 മണിയായി. അപ്പോൾ തന്നെ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. ചിക്കൻ ബിരിയാണി വാങ്ങി. ഞാനും മസാല ദോശ, ലിച്ചുവും ഞാൻ മസാല ദോശയാണ് കഴിച്ചത്. പിന്നെ ഒരു കപ്പ ബിരിയാണി. എന്താല്ലേ ഇപ്പോഴും കാണുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ